അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. TV പ്രേക്ഷക സംഗമം നെയ്യാറ്റിങ്കര ഏപ്രിൽ 21 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം സ്വദേശാഭിമാനി ടൗൺ ഹാൾ, ആലിമൂട്. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഏപ്രിൽ 22 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം വിൽവേഴ്സ് യൂത്ത് സെന്റർ ഹാൾ, ഓപ്പോസിറ്റ് എലൈറ്റ് ഹോട്ടൽ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്. TV പ്രേക്ഷക സംഗമം തൃശൂർ ഏപ്രിൽ 23 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ജോണക്കര മെമ്മോറിയൽ ഹാൾ, ഒല്ലൂർ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ചെയ്ത ചില അത്ഭുത സൗഖ്യങ്ങളാണ്. ആദ്യമായിട്ട് കോവളത്തു നിന്നും ഡാനിയൽ എന്ന പേരുള്ള ബ്രദറാണ് ഈ സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ ബ്രദർ തൻ്റെ മകൾക്കുണ്ടായ അനുഭവത്തെയാണ് പറയുന്നത്. തൻ്റെ മകളുടെ കാലിൽ അലർജിയെ തുടർന്ന് വളരെ പ്രയാസമായിരുന്നു. ചൊറിച്ചിലും ബുദ്ധിമുട്ടുമായിട്ട് ആഴ്ചകളോളം സ്കൂളിൽ പോകാൻ പോലും കഴിയാതെ പ്രയാസത്തോടെയായിരുന്നു. എന്നാൽ ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് അത് പൂർണ്ണമായും സൗഖ്യമായി. അതേപോലെ തന്നെ തൻ്റെ മകൾക്ക് ഒരു സബ്ജക്റ്റിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പരീക്ഷയിൽ താൻ ഫെയിലായി. എന്നാൽ പിന്നീട് താൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എക്സാമിൽ അറ്റൻഡ് ചെയ്യുകയും ആ എക്സാം ടഫായിരുന്നിട്ട് പോലും കർത്താവ് നല്ലൊരു വിജയത്തെ തനിക്ക് കൊടുത്തുവെന്നുമാണ് ഈ ബ്രദർ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ തൻ്റെ ചെവിയിലുണ്ടായിരുന്ന പ്രയാസത്തെയും സൗഖ്യമാക്കിയെന്ന് ഈ ബ്രദർ സാക്ഷ്യപ്പെടുത്തുക. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. പാസ്റ്ററോട് പറയണം, എനിക്കും കേൾക്കത്തില്ല, ഈ ചെവി കണ്ടീഷൻ ആകണമെന്ന്. ഞാൻ ഈ കൈ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ചെവിക്കകത്തൊരു ശബ്ദം കേട്ടായിരുന്നു. തുറന്നതാ, ചെവിക്കകത്ത് ടക്കെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന് ശേഷം ആ കേൾവിക്കുറവ് ഉണ്ടായിരുന്ന ചെവി പൂർണ്ണമായിട്ടും കേൾക്കാം. അത്ഭുതങ്ങൾക്ക് ഇത്ര നേരം മതി. ഇടത് മൂക്കിൽ കൂടെ ശ്വാസം പോകത്തില്ല. മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ മൂക്കിലൊരു പാട ഇങ്ങനെ ഇളകി പോകും പോലെ ഫീൽ ചെയ്തു. വലത് മൂക്കിനേക്കാളും അടിപൊളിയായിട്ട് ഇടത് മൂക്കിൽ കൂടെ ശ്വാസം പോകുന്നുണ്ട്. അതാണ് കർത്താവ് ചെയ്താൽ അങ്ങനെയായിരിക്കും. നമ്മളോട് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പറയാനായിട്ട് നമ്മളുടെ കൂടെയുള്ളത് സ്നേഹ എന്ന പേരുള്ള ഈ മോളും തൻ്റെ പിതാവ് ഡാനിയൽ ഒരു കോവളത്ത് നിന്നാണ് വരുന്നത്. അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞാട്ട് കൊണ്ട് ഫസ്റ്റ് എൻ്റെ കാലിന് അലർജി മാറിയ സാക്ഷിയാണ്. അലർജി മാറി കാലിൽ. 7 വർഷം കൊണ്ട് അലർജി ഉണ്ടായിരുന്നു. കോവിഡ് ടൈമിൽ ജീസസ് ടൈമിൽ കണ്ടു. വീഡിയോ കോൾ വിളിച്ച് പ്രാർത്ഥിച്ചു. പാസ്റ്ററും എല്ലാവരും വീഡിയോ കോൾ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ കാല് ഭയങ്കര ഒരു മരം, നടക്കാനൊന്നും പറ്റത്തില്ല, സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. ഇത് വരുമ്പോൾ 2-3 ആഴ്ചയോളം തന്നെ കിടപ്പിലാവും. ചൊറിച്ചിലായിരുന്നോ അതോ സോറിയാസിന്റെ പോലെ ചൊറിഞ്ഞു പൊട്ടി വിരലൊക്കെ ഇല്ലാണ്ടാവുന്ന ഒരു രീതി.
ഈ സിസ്റ്റർ പറഞ്ഞത് സോറിയാസിസ് പോലെ ചൊറിഞ്ഞു പൊട്ടുന്ന അനുഭവമായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു, സ്കൂളിൽ പോകാനും അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നാളുകളായി 7 വർഷമായിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞല്ലേ? 7 വർഷമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, ആ രോഗം പൂർണ്ണമായിട്ടും സൗഖ്യമായി. അലർജിയെ സൗഖ്യമാക്കാൻ ആർക്ക് പറ്റും? നമ്മുടെ യേശുവിന് പറ്റും. ഓക്കെ, കർത്താവ് വലിയ കാര്യമാണ് ചെയ്തത്. ഇനിയും സാക്ഷ്യങ്ങളുണ്ട്, പറഞ്ഞാട്ടെ. എക്സാമിൽ ഞാൻ +2 എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇവിടെ വിളിച്ച് പ്രാർത്ഥിച്ചു. +2ൻ്റെ പരീക്ഷ എഴുതുന്ന സമയത്ത് പ്രാർത്ഥിച്ചു? വിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നല്ല ടഫായിരുന്നു എക്സാം. പക്ഷേ ഞാനിവിടെ വിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് റിസൾട്ട് വന്നപ്പം നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. ഈ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് +2 കഴിഞ്ഞപ്പം 2 പരീക്ഷകൾക്ക് തോറ്റുപോയി. ഫിസിക്സിനും തോറ്റു, കെമിസ്ട്രിക്കും തോറ്റു. അത് കഴിഞ്ഞിട്ട് പോയി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് മാർക്ക് കൂട്ടി നോക്കുമ്പോൾ കെമിസ്ട്രിക്ക് പരമാവധി 16 മാർക്കേ കിട്ടത്തുള്ളൂ. 16 മാർക്കേ ശരിയായിട്ട് എഴുതിയ ആൻസറിന് കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷേ ജയിക്കണമെങ്കിൽ മിനിമം 18 മാർക്കെങ്കിലും വേണം. അപ്പം ഒരു കാര്യം തീരുമാനിച്ചു, താൻ ജയിക്കത്തില്ല. പക്ഷേ എന്ത് ചെയ്തും വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത്. ആ 16 മാർക്ക് കിട്ടും എന്ന് കണക്ക് കൂട്ടിയ സ്ഥാനത്ത് ദൈവം എനിക്ക് 23 മാർക്ക് കൊടുത്തു. അസാധാരണമായ സാധനങ്ങളെ. എനിക്കിത് ഒത്തിരി സാക്ഷ്യങ്ങൾ ഈ കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷാ സമയത്ത് പല കുഞ്ഞുങ്ങളും വിളിക്കും, എന്നിട്ട് പറയും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ചിലർ പറയും പരീക്ഷ ഭയങ്കര വിഷമമായിരുന്നു, ജയിക്കാൻ സാധ്യതയില്ല. ഞാൻ അവരോട് പറയാറുള്ളത് ഇങ്ങനെയാണ്, കർത്താവിനൊന്നും അസാധ്യമല്ല. നിങ്ങൾ തോക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ആ വിഷയത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് വിശ്വസിക്കാൻ പറയും. കുറച്ച് നാൾ കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ അവർ വിളിച്ച് പറയും, അന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു, ഏറ്റവും കൂടുതൽ മാർക്ക് ആ വിഷയത്തിനാണ് എന്ന് പറഞ്ഞതുപോലെ ഈ മോളുടെ ജീവിതത്തിലെ കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്തു. തോറ്റുപോകും, ഇനി രക്ഷപ്പെടത്തില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് കൂടുതൽ മാർക്ക് നൽകി കർത്താവ് മോളുടെ വിശ്വാസത്തെ മാനിച്ചു. നമ്മളും വിശ്വാസത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ കർത്താവ് നമ്മളെയും മാനിക്കുക തന്നെ ചെയ്യും. പിന്നെയും സാക്ഷ്യങ്ങളുണ്ട്, പറഞ്ഞു. അടുത്ത സാക്ഷ്യം പറഞ്ഞു. അടുത്ത ശ്വാസത്തിൻ്റെ ഒരു ശ്വാസം മുട്ടൽ, വിഷമം, ശ്വാസത്തിന് ഒരു മൂക്കിൽ കൂടെ ശ്വാസം പോവില്ലായിരുന്നു, അങ്ങനെയാ പറഞ്ഞത്. ഇടത് മൂക്കിൽ കൂടെ ശ്വാസം പോകത്തില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോൾ പാസ്റ്റർ ദൂത് പറഞ്ഞു. അതിനുശേഷം അടുത്തൊരു ദൂത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അടുത്തൊരു കുട്ടിക്ക് പറഞ്ഞു, അവരുടെ ദേഹമൊക്കെ മരവിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ദൈവശക്തി വ്യാപരിച്ചതാണെന്ന് പാസ്റ്റർ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഒരു മരവിക്കുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ആ സമയത്ത് മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ മൂക്കിലൊരു പാട ഞാൻ ഇളകി പോകും പോലെ ഫീൽ ചെയ്തു. അത് അടുത്ത് നോക്കുമ്പോൾ നല്ലപോലെ തന്നെ ഇടത് മൂക്ക് വർക്കാവുന്നുണ്ട്. അല്ലെങ്കിൽ ശ്വാസം പോകാൻ വേണ്ടി വായ തുറന്നു വയ്ക്കണമായിരുന്നു. ഇപ്പം എത്ര സമയം വാ അടച്ചു വെച്ചാലും കുഴപ്പമില്ല, നല്ലപോലെ തന്നെ ശ്വാസം പോകുന്നുണ്ട്. ഈ മോളെന്നോട് പറഞ്ഞത് തൻ്റെ ഇടത്ത് മൂക്കിക്കൂടെ ശ്വാസം പോകത്തേയില്ല, അത് വെറുതെ അവിടെ ഒരു ദ്വാരമായിട്ട് കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വലത്തേക്ക് മൂക്കിക്കൂടെ മാത്രമേ ശ്വാസം പോകത്തുള്ളൂ. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ മിറക്കിൾ സൺഡേയിൽ അല്ലേ, മിറക്കിൾ സൺഡേയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ജോൺ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു പാട ഇളകി പോകുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതുവരെ പ്രവർത്തിക്കാതിരുന്ന ആ ഇടത്തെ മൂക്കിൽ കൂടെയും സാധാരണ പോലെ തന്നെ ശ്വസിക്കുവാനായിട്ട് സാധിച്ചു. ഇപ്പോഴും അങ്ങനെ തന്നെ, അതിനുശേഷം ഒരു പ്രശ്നമില്ല. വലത് മൂക്കിനേക്കാളും അടിപൊളിയായിട്ട് ഇടത് മൂക്കിൽ കൂടെ ശ്വാസം പോകുന്നുണ്ട്. അതാണ് കർത്താവ് ചെയ്താൽ അങ്ങനെയായിരിക്കും. ആ വലത്തെ മൂക്കും അടിപൊളിയായിട്ടിരിക്കട്ടെ, ഇടത്തെ മൂക്കും അടിപൊളിയായിട്ടിരിക്കട്ടെ. ഓക്കെ. പിന്നെ പപ്പയുടെ കാര്യത്തിൽ എന്തോ ഉണ്ടല്ലോ, ബ്രദറിന്റെ പേര് ഡാനിയൽ അല്ലേ? ഓക്കെ. കോവളത്തെന്ന് പേര്. ചെവിയുടെ പ്രശ്നമാണ്, ഇടത് ചെവി കേൾവി കുറവായിരുന്നു. ഈ ബ്രദർ പറഞ്ഞത് ഇദ്ദേഹത്തിന് ഇടത് ചെവിക്ക് കേൾവി കുറവുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നവർക്കറിയാം, ഒത്തിരി ആൾക്കാരുടെ കേൾവി പ്രശ്നത്തിന് വേണ്ടിയിട്ട് ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു. ഈ ബ്രദറിന് വേണ്ടിയിട്ടും ജോൺ ബ്രദർ ദൂത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ടക്കെന്നൊരു ശബ്ദം കേട്ടു എന്നാണ് അല്ലേ? ആ ചെവിക്കകത്ത് ടക്കെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന് ശേഷം ആ കേൾവിക്കുറവുണ്ടായിരുന്ന ചെവി പൂർണ്ണമായിട്ടും കേൾക്കാം, മറ്റേ ചെവി പോലെ തന്നെ കേൾക്കാം, ഒരു പ്രശ്നമില്ല. അതിനുശേഷം ഇതുവരെ ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു, മറ്റേ സാധാരണ പോലെ തന്നെ കേൾക്കാൻ പറ്റും. ഓക്കെ. ആ വെള്ള ഷർട്ടിയുടെ ബ്രദർ ഒന്ന് എഴുന്നേറ്റെ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാനസിക വിഭ്രാന്തി മാറിപ്പോകും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉറക്കമില്ലായ്മ മാറിപ്പോകും. യേശു നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തരുന്ന രാത്രിയായി, പകലായത്.
ഇന്ന് ചെവിയുടെ ദിവസമാണെന്നാ തോന്നുന്നത്. കുറച്ച് ദിവസമായിട്ട് ചെവിയുടെ ദൂത് എന്നെ പുറകെ നടക്കുക. എവിടെ ചെന്നാലും ചെവി പ്രശ്നമുള്ള ആളുകളെ മുഴുവൻ കാണാം. അപ്പച്ചൻ്റെ ഇടത്തെ വശം, വേറെ ആരും നിങ്ങളെയാ, ഇടത്തെ വശം ഈ ചെവി. ഇങ്ങനെ എത്ര നേരം അവിടെ ചിന്തിച്ചോണ്ടിരുന്ന് പറയാമോ, ഞാൻ ആരോടെ ചെവിയുടെ കാര്യം പറഞ്ഞേ? ഇവിടെ ആരാ പറഞ്ഞു? ആ മോളുടെ കാര്യം അല്ലേ? ആ മോളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഈ ബ്രദർ ചിന്തിച്ചു, പാസ്റ്ററോട് പറയണം, എനിക്കും കേൾക്കത്തില്ല, ഈ ചെവി കണ്ടീഷനാകണമെന്ന്. അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നോ? ആ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ആ കുറച്ചും കൂടെ ചോണയായിട്ട് കൈയടിക്കാം. ആമേൻ പറയാം. ബ്രദറങ്ങ് പുറത്തിറങ്ങാം, അവിടെ നിൽക്ക. ഏത് ചെവിക്കാ കുഴപ്പം? ഇടത്തി വയ്ക്കുക. ഞാൻ ഈ കൈ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ചെവിക്കകത്തൊരു ശബ്ദം കേട്ടായിരുന്നു. തുറന്നതാ. അയ്യോ, നിങ്ങൾ എന്താ അനങ്ങാതിരിക്കുന്നേ? അത്ഭുതങ്ങൾക്ക് ഇത്ര നേരം മതി. കുറച്ചും കൂടെ ചുണയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പിന്നെ ഒരു സാക്ഷ്യം വല്യമ്മയ്ക്ക് ഉണ്ടായ സാക്ഷ്യമാണ്. വല്യമ്മയ്ക്ക് ക്യാൻസർ രോഗമാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ കീമോ ട്രിപ്പായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ട്രിപ്പായിട്ട് എടുക്കുമ്പോൾ ആണെങ്കിൽ മരുന്ന് കയറത്തില്ല ശരീരത്തിൽ. കയ്യിലൊക്കെ കുത്തി നോക്കുമ്പോൾ കയറത്തില്ല. കാലിൽ കുത്തി എടുത്തു. ആ ടൈമിലാണ് ഇവിടെ വീഡിയോ കോൾ വിളിച്ച് പ്രാർത്ഥിച്ച്, രാവിലത്തെ ജീസസ് ടൈം പ്രോഗ്രാമിൽ ആ ടൈമിൽ എല്ലാവരും പ്രാർത്ഥിച്ചു. അതിനുശേഷം ക്ഷീണമൊന്നുമില്ല. അടുത്ത് പോയി കീമോ ട്രിപ്പ് ഇട്ടപ്പോഴും ഒരു കുത്തേണ്ടി വന്നോളൂ. അപ്പോൾ തന്നെ മരുന്ന് കയറി, ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല. ഈ മോള് പറഞ്ഞത് വല്യമ്മയ്ക്ക് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മരുന്ന് കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ കീമോതെറാപ്പി ചെയ്യുന്നത് മൂലം ശരീരത്തിന് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ശേഷം മരുന്ന് ഈസിയായിട്ട് കയറുന്നുണ്ട്. മാത്രമല്ല ക്ഷീണം അല്പം പോലുമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ക്ഷീണമില്ലാതാക്കിയ കർത്താവ് അവരുടെ ആ രോഗത്തിൽ നിന്നുകൂടി വിടുതൽ നൽകട്ടെ. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കി. എല്ലാവരും കരങ്ങളടിച്ച് ആ കർത്താവിനെ സ്തുതിച്ചാൽ. ഇവർ ഈ സാക്ഷ്യം പങ്കുവെക്കുന്നത് ഒരു കൂട്ടം സൗഖ്യം തന്നെ ലൈഫിൽ ഉണ്ടായതാണ്. ആ മകളുടെ ലൈഫിലുണ്ടായതും ഈ പിതാവിൻ്റെ ജീവിതത്തിലുണ്ടായതും. ഒരു വീടിനെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ അല്ലെങ്കിൽ തൊടുമ്പോൾ ആ വീട്ടിലായിരിക്കുന്ന സകല സാഹചര്യങ്ങളും മാറി മറിയുവാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വന്നപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ നമ്മളെ മാറ്റിയെടുത്തു. നമ്മുടെ ലൈഫിൽ നിന്ന് ഇരുട്ടിനെ പൂർണ്ണമായും മാറ്റി വെളിച്ചത്തെ നമ്മിൽ പകരുവാനിടയായി. മനസ്സിടിഞ്ഞുപോയ എല്ലാ സാഹചര്യങ്ങളിലും അവൻ നമ്മളെ ബലപ്പെടുത്തുവാനിടയായി. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ല, വർഷങ്ങളായി എന്ന് പറയുന്ന പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നമുക്കുള്ളത് കൊണ്ട് നമുക്ക് അവനിൽ സന്തോഷിക്കാം. ഏത് പ്രയാസമാകട്ടെ, ഏത് ഭാരമാകട്ടെ, അതിൽ നിന്നും പൂർണ്ണമായി വിടുവിക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിൻ്റെ അടുക്കലാണ് നമ്മളായിരിക്കുന്നത്. ഇനി അടുത്ത സാക്ഷ്യം പങ്കുവെക്കുന്നത് പാറശാലയിൽ നിന്നും വിജിലയാണ്. ഈ സിസ്റ്റർ പങ്കുവെക്കുന്നത് തൻ്റെ മകന് LKGയിൽ പഠിക്കുമ്പോൾ തൻ്റെ കാലിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. അത് അലർജി ആയിരുന്നു. അത് ചൊറിഞ്ഞ് പ്രശ്നമായി. അത് മെഡിസിൻ എടുത്തു. പക്ഷേ അത് പടരുന്ന അവസ്ഥയിലേക്കാണ് വന്നത്. സിസ്റ്റർ പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് തൻ്റെ മകൻ പ്രയാസം അനുഭവിച്ചു, ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു. എന്നാൽ നമ്മുടെ മീറ്റിങ്ങിലായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ജസ്റ്റിൻ ബ്രദർ തനിക്കുണ്ടായ സൗഖ്യത്തെ, സാക്ഷ്യത്തെ പങ്കുവെക്കുമ്പോൾ, തനിക്കുണ്ടായ അലർജിയിൽ നിന്നും കർത്താവ് വിടുവിച്ചു എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റർ ഇനി മെഡിസിൻ ഉപയോഗിക്കത്തില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് വരികയും തൻ്റെ മകൻ്റെ ലൈഫിൽ ഒരു വലിയ സൗഖ്യത്തെ അനുഭവിക്കുവാൻ തക്കവണ്ണം തൻ്റെ വിശ്വാസം കാരണമായി തീരുകയും ചെയ്തു. ദൈവം അവരുടെ ലൈഫിൽ ചെയ്ത അത്ഭുതങ്ങൾ എത്ര വലുതാണ്. ഈ സിസ്റ്റർ പറയുന്ന വർഷങ്ങൾ അത് നിമിത്തം ഭാരപ്പെട്ടു. മെഡിസിൻ എടുത്തപ്പോൾ അത് പടരുകയാണ്. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തൊരു സ്ഥിതിയിലാണ്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും സോറിയാസിസ് എന്ന് തോന്നുന്ന വിധത്തിൽ ഭയാനകമായിരുന്നു ആ മകൻ്റെ കാലുകൾ. എന്നാൽ അതിൽ നിന്നും കർത്താവ് പൂർണ്ണമായി വിടുവിച്ച ആ നല്ല ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാവും. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. ഈ സാക്ഷ്യം കാണുമ്പോൾ വർഷങ്ങളായി എന്ന് പറയുന്ന പലതും നിങ്ങളുടെ ലൈഫിലുണ്ടാകാം. പക്ഷേ അതിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗമുണ്ട്. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം, പൂർണ്ണമായും ഉറപ്പോടെ ആയിരിക്കാം. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം.
LKG പഠിച്ചപ്പം തൊട്ട് കാല് പെരുവിരലിൽ ചൊറിഞ്ഞൊരു ചെറിയ പുണ്ണ് വന്ന് മരുന്നിടാൻ തുടങ്ങുമ്പം പുണ്ണ് ഭയങ്കരമായിട്ട് വലുതാകാൻ തുടങ്ങി. സാധാ ഒരു മുറിവ് കൊണ്ട് വരുന്ന പുണ്ണ് പോലെയല്ല, അതൊരുമാതിരി വെള്ളം വലിഞ്ഞ് ഇളിവിയ ഒരു ടൈപ്പിലായിരുന്നു. ക്ലാസ് ടീച്ചർ ഒരു ദിവസം വിളിച്ച് പറഞ്ഞ്, എന്തിനാ ഈ കൊച്ചിനെ നിങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം, വേറെ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നില്ല പറഞ്ഞു. അപ്പം തന്നെ എനിക്കത് പുണ്ണ് ഇത്രയും സീരിയസ് ആയി, ഇത് വേറെ എന്തോന്നില്ല തോന്നി. പിന്നെ ഒരു കാലിലിരുന്നത് അടുത്ത കാലിലായി, രണ്ട് കാലിലുമായി. പെട്ടെന്ന് മിനിറ്റ് കൊണ്ട് വലുതായതുപോലെ പുണ്ണ് വലുതായി, വലുതാവും. ഈ ചർച്ചിൽ വരുമ്പോഴാണെങ്കിൽ ചെരുപ്പിട്ടുകൊണ്ട് വരാൻ പറ്റൂല ബ്രദറെ. രണ്ട് കാലിലും പുണ്ണായിരിക്കുമ്പം ചെരുപ്പിടാതെ നടക്കാനും പറ്റൂല. ബ്രദർ പറഞ്ഞ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി, ഇനി ഞാനും മരുന്ന് ചെയ്യൂല, ഇനി ഞാൻ കൊണ്ടുപോകൂല. അപ്പൊ അന്ന് കുറച്ച് ഒരു തീരുമാനം ഞാൻ എടുത്ത്. നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്. നമ്മുടെ ചർച്ചിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ലീഡർ വിജില സിസ്റ്റർ മോനുവാണ് നമ്മുടെ നടുവിലായിരിക്കുന്നത്. ഈ സാക്ഷ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. താൻ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് സൗഖ്യമായ സാക്ഷ്യമല്ല. നമ്മുടെ ജസ്റ്റിൻ ബ്രദർ തൻ്റെ ലൈഫിലുണ്ടായ ഒരു സാക്ഷ്യത്തെ പറഞ്ഞപ്പോൾ താനത് വിശ്വസിച്ച് ഏറ്റു എൻ്റെ കർത്താവ് കൊടുത്തൊരു അത്ഭുത വിടുതലാണ് ഈ കുടുംബം നമ്മളോട് ഷെയർ ചെയ്യാനായിട്ടായിരിക്കുന്നത്. നമുക്ക് ആ കുടുംബത്തിൽ നിന്ന് തന്നെ കേൾക്കാം. വിജിലസ്റ്റേ പറഞ്ഞാട്ടെ സ്റ്റേ. എൻ്റെ മോൻ ആദർശാണ്. അവനാണെങ്കിൽ LKG പഠിച്ചപ്പം തൊട്ട് കാല് പെരുവിരലിൽ ചൊറിഞ്ഞൊരു ചെറിയ പുണ്ണ് വന്ന്. LKG പഠിക്കും. ഇപ്പം എത്രയിലാണ്? ഇപ്പം 9. ഇപ്പൊ 9. ഓക്കെ, 10 വർഷത്തോളമായി. ഓക്കെ. അപ്പൊ ചെറിയ പുണ്ണ്. അപ്പൊ ഞാൻ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചു. അപ്പൊ അവര് ഓയിൽമെന്റും ഗുളികയൊക്കെ തന്നു. അപ്പൊ ഓയിൽമെന്റ് പുരട്ടുമ്പോണെങ്കിൽ മരുന്നിടാൻ തുടങ്ങുമ്പം പുണ്ണ് ഭയങ്കരമായിട്ട് വലുതാകാൻ തുടങ്ങി. മരുന്നിടുമ്പോ പുണ്ണ് വലുതാവും. അത് സാധാ ഒരു മുറിവ് കൊണ്ട് വരുന്ന പുണ്ണ് പോലെയല്ല, അതൊരുമാതിരി വെള്ളം വലിഞ്ഞ് ഇളിവിയ ഒരു ടൈപ്പിലായിരുന്നു. അപ്പം അങ്ങനെ മരുന്ന് ഓയിൽമെന്റ് ഇട്ടുകൊടുത്ത് LKG സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്നു. ആയുർവേദം മരുന്ന് ഇട്ടുകൊണ്ട് സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്നു. ഓക്കെ. അപ്പം 1 2 എല്ലാം കഴിഞ്ഞ് ഞാൻ മരുന്നിട്ട് കുറവാകും എന്നുള്ള വിശ്വാസത്തിൽ ഇട്ട് കൊടുത്തോണ്ടിരുന്നു. അപ്പം പുണ്ണ് വലുതായി കാലും മുളുക്കായി. അപ്പം കാല് മുഴുവനുമായി. അപ്പം എൻ്റെ ക്ലാസ് ടീച്ചർ ഒരു ദിവസം വിളിച്ച് പറഞ്ഞ്, എന്തിനാ ഈ കൊച്ചിനെ നിങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം, വേറെ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നില്ല പറഞ്ഞു. അപ്പം തന്നെ എനിക്കത് പുണ്ണ് ഇത്രയും സീരിയസ് ആയി, ഇത് വേറെ എന്തോന്നില്ല തോന്നി. ഞാൻ സ്കിന്നിൻ്റെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ പോയി. സ്കിന്നിന്റെ ഡോക്ടർ 8 മണിയിൽ കൊണ്ട് കാണിച്ച്. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞ്, ഇത് നിസ്സാര കാര്യമാണ്, പെട്ടെന്ന് മാറിപ്പോകും, പേടിക്കേണ്ട ഒന്നുമില്ല എന്നില്ല. അവിടെ നിന്നും ഒരു സോപ്പ് ഗുളികയും ഓയിൽമെന്റും തന്നു. അപ്പൊ അത് ഇട്ട് കൊടുക്കുമ്പം ഇത് വെമ്പി വന്നു, പുണ്ണിത്തിരി കൂടെ വലുതാവും. കിട്ടിയ മരുന്ന് ഇട്ടപ്പോഴും പുണ്ണ് വലുതായി. പിന്നെ ഒരു കാലിലിരുന്നത് അടുത്ത കാലിലായി, രണ്ട് കാലിലായി. അപ്പം അവിടെ നിന്ന് ഡോക്ടർ മരുന്ന് തന്നു. ഒരു 2 മാസമൊക്കെ ഇട്ട് കാണും മരുന്ന് ഇട്ടതിന് ശേഷം എങ്ങനെയാ മരുന്നിൻ്റെ ഇത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, പുറം കരിയും, പുണ്ണ് മാറിയതുപോലെ പുറം കരിയും. അപ്പം ഞാൻ വിചാരിക്കും ഇത് മാറിപ്പോയതായിരിക്കുമെന്ന്. അങ്ങനെ പുറം കരിഞ്ഞിരിക്കും, നോക്കുമ്പോൾ മനസ്സിലാവും ഇത് അകത്ത് പുണ്ണുണ്ടെന്നില്ലുണ്ട്, പുറത്ത് കരിഞ്ഞ് അകത്തുണ്ടെന്ന് മനസ്സിലാവും. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പം, കുറേ ദിവസം എന്ന് വെച്ചാൽ 2-3 മാസം കഴിഞ്ഞതിന് ശേഷം അതുപോലെ പെട്ടെന്ന് മിനിറ്റ് കൊണ്ട് വലുതായതുപോലെ പുണ്ണ് വലുതാവും. അപ്പം പിന്നും വലുതാവുമ്പോൾ പിന്നും കൊണ്ടുപോകും. ഇങ്ങനെ വർഷങ്ങളോളം ഈ കാര്യം ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുക ഒരു 2 വർഷത്തിന് മുമ്പേ ഞാൻ 2 വർഷം മുമ്പ് യൂട്യൂബിൽ കണ്ടിട്ട് ഒരു പച്ചില മരുന്ന്, അതിനു മുമ്പേ നിറയെ മരുന്നുകളൊക്കെ കൊടുത്ത് വൈദ്യൻ എല്ലാം ചെയ്തു. അപ്പം ഇത് അന്ന് കണ്ടിട്ട് ആ പച്ചില മരുന്ന് അരച്ച് 1/2 മണിക്കൂർ തേച്ചതിന് ശേഷം കഴുകിയാൽ മാറുമെന്നില്ലാണ് അതിൽ പറഞ്ഞ്. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ആ മരുന്നിൻ്റെ പേരും പറഞ്ഞു കൊടുത്ത് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടാണ് പള്ളിയിൽ പറഞ്ഞത്. അപ്പം അന്ന് വർഷിപ്പിന്റെ ഇടയിൽ, അതായത് പച്ചില മരുന്ന് ചെയ്യാൻ ചേട്ടനോട് പറഞ്ഞിട്ടാണ് ചർച്ച വന്നത്. അപ്പൊ അന്ന് വർഷിപ്പ് ചെയ്തോണ്ടിരുന്നപ്പം ജസ്റ്റിൻ ബ്രദർ പറഞ്ഞ്, ബ്രദറിന്റെ ഒരു സാക്ഷ്യം പറഞ്ഞു, കയ്യില് അലർജി ആയിട്ടുള്ള പുണ്ണിരുന്ന് വർഷങ്ങളോളം ഇരുന്ന് ചെയ്യാതെ വൈദ്യമില്ല, കാട്ടാത്ത ഡോക്ടറില്ല, അങ്ങനെ പറഞ്ഞു. അപ്പൊ അതിലൊന്നും സൗഖ്യം ഉണ്ടായില്ല. യേശു എന്ന് തൊട്ടോ അന്ന് തന്നെ സൗഖ്യമായെന്ന് പറഞ്ഞു. സാക്ഷ്യം അപ്പൊ അത് കേട്ടപ്പോ ഇവന് അതേ അലർജി, അതേപോലെ കാലില്. അപ്പൊ ഞാൻ ഈ മനസ്സുകൊണ്ട് കരുതി, ഞാൻ ഇത്രയും വർഷത്തോളം അവന് മരുന്നും ഡോക്ടറെയും കാണിച്ചിരിക്കുന്നത്, ഈ ചർച്ചിൽ വരുമ്പോഴാണെങ്കിൽ ചെരുപ്പിട്ടുകൊണ്ട് വരാൻ പറ്റൂല ബ്രദറെ. 2 കാലിലും പുണ്ണായിരിക്കുമ്പം ചെരുപ്പിടാതെ നടക്കാനും പറ്റൂല. അപ്പൊ ഇവ
ആ കെട്ട് ചെരുപ്പായിരുന്നേ, കാലിന് അതിന്റെ അകത്ത് വെച്ചിട്ട് ഈ തീത്ത് നടക്കും. അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഇപ്പൊ അവൻ ഷൂ ആയിട്ടിരിക്കുന്ന. ഇവിടെ നിറയെ ലീഡേഴ്സ്മാരിനെ അറിയാം, അവർ കണ്ടവരാണ്. കാരണം ഈ പുണ്ണ കാണുമ്പോൾ ആർക്കും നോക്കി നിൽക്കാൻ പറ്റൂല. അത് പുണ്ണ അതെന്തൊരു കുഷ്ഠരോഗത്തിന്റെ മോഡലിലിരിക്കും. അങ്ങനെ അത്ര പ്രശ്നമായിരുന്നു. ഓക്കെ, പുണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് നോക്കി, പക്ഷെ അത് കുഷ്ഠരോഗിയുടെ അവസ്ഥയിലുള്ള ആ രീതിയിലുള്ളതായിരുന്നു. അപ്പൊ ബ്രദർ പറഞ്ഞ സാക്ഷ്യം കേട്ടപ്പോ എനിക്ക് മനസ്സിൽ തോന്നി, ഇനി ഞാനും മരുന്ന് ചെയ്യൂല, ഇനി ഞാൻ കൊണ്ടുപോകൂല. അപ്പൊ അന്ന് കുറച്ച് ഒരു തീരുമാനം ഞാൻ എടുത്ത് അതൊരു സാക്ഷ്യം കേട്ടപ്പോഴാണ് തീരുമാനം എടുത്ത് വീട്ടിൽ പോയിട്ട് ഞാൻ ഇവന്റെ അടുത്ത് പോകുമ്പോഴേ പറഞ്ഞ്, നിനക്കിനി ഞാൻ മരുന്ന് കാലില് ചെയ്യൂല. പക്ഷെ വീട്ടിൽ പച്ചില മരുന്ന് ഇരിക്കാൻ വേണ്ടി ഹസ്ബൻഡോട് പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് മരുന്ന് തൊട്ടില്ല, ഞാൻ മരുന്ന് വെച്ചില്ല. അപ്പം പുണ്ണ് ചെറിയ ചെറിയ മാറ്റം ഉണ്ടാവാൻ തുടങ്ങി. ഒരേടിയല്ല, കുറേശ്ശെ മരുന്ന് വെച്ചില്ല. ഈ വിശ്വാസത്തോടെ വീട്ടിൽ പോയതിന്റെ അന്ന് മുതൽ വ്യത്യാസം വന്നു തുടങ്ങി. അപ്പം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ചേട്ടൻ മരുന്ന് അവിടെ ഇരിക്കണ കണ്ട്. ഫ്രിഡ്ജ് തുറന്നപ്പോൾ മരുന്നിരിക്കുന്നുണ്ട്, ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, നീ പിള്ളേക്ക് ഈ മരുന്ന് ഇട്ട് കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. ഹസ്ബൻഡ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ മരുന്ന് ഞാൻ ഇനി ഇടൂല, എനിക്ക് വേണ്ട. അപ്പം ബ്രദർ പറഞ്ഞ സാക്ഷിയെ തന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, ഞാൻ ഇനി ഇടൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചേട്ടൻ പറഞ്ഞു, നിന്റെ വിശ്വാസമൊക്കെ കൊള്ളാം, പിള്ളേരെ കാലാണ് ഇത്, മറ്റേ വേറെ അസുഖമാണ്, പറയാം, വാ കൊണ്ട് കുഷ്ഠരോഗം എന്ന് പറയാം, അച്ഛയല്ലേ, അത്രത്തോളം പ്രശ്നമായിരുന്നു അവന്. അപ്പം പറഞ്ഞ്, അതുകൊണ്ട് നീ നിന്റെ വിശ്വാസമൊക്കെ കൊള്ളാം, മരുന്ന് മര്യാദയ്ക്ക് എടുത്തിട്ട് കൂടെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് വെച്ചാലും ഞാൻ ഇടൂല, നിങ്ങൾ ഈ പുണ്ണിനെ ഇപ്പൊ നോക്കിക്കോ, ഇപ്പൊ നോക്കിയാൽ മതി, ഇനി കാണാൻ പറ്റും. നല്ലൊരു ഐഡിയ കൊടുത്താണ്. ആ വിശ്വാസത്തെയാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ലാസ്റ്റ് സഹോദരി അവളും വന്ന് പറഞ്ഞ്, ഈ കാലിന് പുണ്ണ കണ്ടിട്ട് പറഞ്ഞ്, നീ പള്ളിയിൽ പോണത് ശരി, നീ വിശ്വസിക്കണം, എല്ലാം കൊള്ളാം, നിനക്ക് സൗഖ്യം കിട്ടതെല്ലാം ശരി തന്നെ, നീ നല്ല ഡോക്ടറെ കൊണ്ട് കാണിട്ട് പിള്ളയാണ് എന്നല്ലേണ്ട. അപ്പം ഞാൻ പറഞ്ഞു, നീ ഈ പുണ്ണിനെ കണ്ടോണ്ടപ്പോ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷിയായിട്ട് നിൽക്കുമെന്ന് അങ്ങനെ പറഞ്ഞ്. ഇപ്പം അതാ 2 വർഷം 1.5 വർഷം കറക്റ്റാ പറഞ്ഞാവണ്. ഒരു തഴമ്പുമില്ല, ഒരു പാടുമില്ല, ഒരു പ്രയാസം. അതായത് അന്ന് ആ സാക്ഷ്യം കേട്ട് വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ച് പിന്നെ മരുന്ന് വെച്ചിട്ടില്ല, പ്രശ്നമില്ല. അത്രയും നാൾ ചെരുപ്പ് നേരെ ഇടാൻ പറ്റാതിരുന്ന മോൻ ഇപ്പൊ ഷൂ ആയിട്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇടയിൽ അതിനുശേഷം ഈ ചെറിയ മാറ്റം ഉണ്ടായില്ലേ, അപ്പം വന്ന് പറയാം, അമ്മ കാല് ചൊറിയണ്, അതാ പിന്നെ അവിടെ വെള്ളം ഒലിക്കണം. അപ്പൊ ഞാൻ പറയാം, ആര് വരാൻ പറഞ്ഞ അവിടെ പോവാൻ പറ. നല്ലൊരു കൈഡിയ കൊടുത്താണ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇതിനെയാ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ബ്രദർ പഠിപ്പിക്കുന്നൊരു കാണ്, വിശ്വാസം പറയുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിനെ ആക്ട് ചെയ്യണം, അതിന് സ്റ്റെപ്പ് വെക്കണം, പ്രവർത്തിക്കണം. തൻ്റെ ലൈഫിൽ തൻ്റെ ചർച്ചിൽ നമ്മുടെ ജസ്റ്റുമാനിൽ നിന്ന് ആ സാക്ഷ്യം കേട്ടു, അന്ന് മരുന്ന് ഉപേക്ഷിച്ചു, വിശ്വാസത്താൽ സ്റ്റെപ്പ് വെച്ചു. തൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത് ഇങ്ങനെയാ, ഇപ്പം കണ്ടോ ഇനി കാണത്തില്ല. ഹല്ലേലൂയ. ആ വിശ്വാസത്താൽ തനിക്ക് 1.5 വർഷമായിട്ട് ഇപ്പോൾ ഒരു പ്രയാസമില്ല, മരുന്നില്ല, ഒന്നുമില്ല, അവിടെ പാടുമില്ല, ഒരു പ്രയാസമില്ല. നല്ലൊരു കൈയുടെ കൊടുത്ത കർത്താവിന് നന്ദിയോടെ ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് പറയുന്ന ഇതാ സഹോദരങ്ങളെ. ഇതുകൊണ്ട് നമ്മൾ സാക്ഷ്യം പറയുന്നതിൻ്റെ കാരണം ഇതാ. നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഇത് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല ഇത് മാറിയത്. ഹല്ലേലൂയ. ഇത് വിശ്വസിച്ച് താൻ ഏറ്റെടുത്തു, താൻ സ്റ്റെപ്പ് വെച്ചപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അത്ഭുതം അതിനകത്തുണ്ടായി. ഹല്ലേലൂയ. ജസ്റ്റുവിൻ്റെ ഈ സാക്ഷ്യം ഞാൻ മുമ്പ് 1 വർഷം കൊണ്ടൊക്കെ ഒരിക്കൽ കേട്ടതാ. സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തിനെയാണോ വിശ്വസിച്ച് സ്റ്റെപ്പ് വയ്ക്കുന്നത്, അത് നിങ്ങളുടെ വീടുകളിൽ അത്ഭുതം കൊണ്ടുവരാൻ തുടങ്ങും, നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ വരുവാൻ തുടങ്ങും. അതുകൊണ്ട് കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞാണ്. TV പ്രേക്ഷക സംഗമം നെയ്യാറ്റിങ്കര ഏപ്രിൽ 21 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം സ്വദേശാഭിമാനി ടൗൺ ഹാൾ, ആലുംമൂട്. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഏപ്രിൽ 22 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം വിൽവേഴ്സ് യൂത്ത് സെന്റർ ഹാൾ, ഓപ്പോസിറ്റ് എലൈറ്റ് ഹോട്ടൽ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്. TV പ്രേക്ഷക സംഗമം തൃശൂർ ഏപ്രിൽ 23 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ജോണക്കര മെമ്മോറിയൽ ഹാൾ, ഒല്ലൂർ. എന്നെ കാണുന്ന നിങ്ങളോട് ഈ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത്, വർഷങ്ങളായി പ്രയാസത്തോടായിരുന്നവർ, ഒരിക്കലും മാറില്ല എന്ന് വിധി എഴുതിയ പലതിൽ നിന്നും കർത്താവ് വിടുവിച്ച അനുഭവങ്ങൾ, അത് നമ്മളോട് പറയുന്ന ജീവിക്കുന്നൊരു ദൈവത്തെയാണ്.
നിങ്ങളുടെ ലൈഫിലും ആ കർത്താവിന് പ്രവർത്തിക്കാൻ ഇടമുണ്ടാകട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ സഹിച്ച് വയ്യ എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തെ ഇവർ അനുഭവിക്കട്ടെ. അപ്പാ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കട്ടെ, അവിടുത്തെ അത്ഭുതത്തെ അനുഭവിക്കട്ടെ. അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഇരുട്ടിൻ്റെ പിടിയിൽ നിന്ന്, രോഗത്തിൻ്റെ പിടിയിൽ നിന്ന്, പ്രയാസത്തിൻ്റെ പിടിയിൽ നിന്ന് കർത്താവെ ഇവർ പുറത്തു വരട്ടെ. അപ്പാ ഇവർ പുറത്തു വരട്ടെ. അപ്പാ നിൻ്റെ കൃപയ്ക്കായി നന്ദി യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി. ഈ കുടുംബങ്ങൾ രക്ഷ അനുഭവിക്കട്ടെ അപ്പാ, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കട്ടെ, അവിടുത്തെ വിടുതൽ അനുഭവിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ. നന്ദി പറയുന്ന യേശുവേ, നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന യേശുവേ. സ്വർഗീയ സ്പർശനങ്ങൾ ഓരോ വീടുകളിലും ഉണ്ടാകട്ടെ. ഇവരുടെ ലൈഫ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരട്ടെ അപ്പാ. നന്ദി പറയുന്ന യേശുവേ, നന്ദി പറയുന്ന. എന്നെ കാണുന്ന ചില വ്യക്തികളുടെ കാലുകളിലുണ്ടായിരിക്കുന്ന ചൊറിച്ചിൽ കർത്താവ് സൗഖ്യമാക്കിയ, അതിന് കാലിൻ്റെ ആംഗിളിൽ ചൊറിയുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കിയ, അതേപോലെ എനിക്ക് ചില വ്യക്തികളെ കാണാം. ഏത് ചെരുപ്പിട്ടാലും അലർജിയാണ്. ഏത് ചെരുപ്പ് മാറി 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 ഓരോ ചെരുപ്പും ട്രൈ ചെയ്യുക. കാലുകളിൽ പുണ്ണുപോലെ ചിലപ്പം വരും. ചില ചെരുപ്പുകളിട്ടാൽ വളരെ പ്രയാസമാണ്. എന്നാൽ കർത്താവ് ആ വ്യക്തികളെ സൗഖ്യമാക്കിയ, കാലിൽ സ്കിന്നിൽ അലർജി ആയിരിക്കുന്ന പലരെയും കർത്താവ് തൊടുന്നത് കാണാം. കറുത്തിരുണ്ടിരിക്കുന്ന ആ സ്കിന്നിനെ പാടുപോലുമില്ലാതെ വണ്ണം സൗഖ്യമാക്കുന്നത് കാണാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി. ചില വ്യക്തികളുടെ മുട്ടിൽ, കൈയുടെ മുട്ടിലായിരിക്കുന്ന പ്രയാസത്തെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അത്ഭുതങ്ങളുണ്ടാകട്ടെ, അത്ഭുതങ്ങളുണ്ടാകട്ടെ. നിശ്ചയമായും ഒരു മറുപടി ഇവർ കാണട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും നിറവിലും നമുക്ക് ഓരോ ദിവസവുമായിരിക്കാം. ഗോഡ് ബ്ലസ് യു.